എന്നോട് ഈ റബീഉൽ അവ്വൽ അല്ല, ഇതിൻ്റെ മുമ്പത്തെ റബീഉൽ അവ്വൽ, കഴിഞ്ഞ റബീഉൽ അവ്വൽ കുറേ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ആദ്യം വേണ്ടത് നബി തങ്ങളെ ശരിക്ക് ഉറക്കത്തിൽ കാണാൻ ആഗ്രഹിക്കണം എന്നൊന്നുമില്ല എന്നാണ്, ഉണർച്ച തന്നെ കാണാൻ ആഗ്രഹിക്കാമെന്നാണ്. ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിലല്ല ഉണർച്ചയിൽ തന്നെ കാണുമെന്ന്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. കാണുമെന്ന് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിഫായിയത്തിൽ ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ബി മുഹമ്മദിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തജ്മഅ ബൈനി വ ബൈന സയ്യിദിനാ മുഹമ്മദിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിദ്ദുന്യാ ഖബലൽ ആഖിറാന്ന് റിഫായിയത്തിലുള്ളൊരു ദിക്റാണ്. അള്ളാഹുവെ, നബിയെയും എൻ്റെയും ഇടയിൽ ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് ദുന്യാവിൽ തന്നെ നീ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരണേ. അപ്പോൾ ഉറക്കത്തിൽ കാണുക എന്നല്ല, ശരിക്കും ഉണർച്ചയിൽ കാണാൻ തന്നെ ആഗ്രഹിക്കാം എന്നതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. കണ്യത്തുസ്താദിനോട്, കണ്യത്തുസ്താദിൻ്റെ ഉസ്താദന്മാർ പറഞ്ഞു കേട്ടോ, ആ കണ്യത്തുസ്താദിനോട് ഒരാൾ എന്നിട്ട് പറഞ്ഞു തരേ ഉസ്താദെ, കണ്യത്തുസ്താദിനോട് പറഞ്ഞു തരേ ഉസ്താദെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് ഉറക്കത്തിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു തരേ, ഉറക്കത്തിലും കണ്ടിട്ടില്ലേ. അതാണ് അവർ. നമ്മളെ പിന്നെ അൻവരിയ അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് വഫാത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറി എഴുത്തുകൾ വാട്സപ്പിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഡേറ്റും സമയമൊക്കെ എഴുതിയിട്ട് നബി തങ്ങൾ ആദ്യമായി കണ്ടത്, അപ്പോൾ സംസാരിച്ചത്, പിന്നെ കുറച്ച് പേജിൽ മറിച്ച് നോക്കിയാൽ മുത്തുനബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ടാമത് കണ്ടത്, പിന്നെ കുറേ പേജോട് മറിച്ചാൽ നബി തങ്ങളെ മൂന്നാമത് കണ്ടത്. അപ്പോൾ എന്താ നബി തങ്ങളെ കിനാവ് കാണാൻ വേണ്ടതെന്ന് ഒരാളിനോട് ചോദിച്ചു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം. ലോകത്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഏത് മനുഷ്യനെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. അപ്പം എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ്. ഇങ്ങനെ ഓരോരുത്തരെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ മാത്രമേ ദുന്യാവിലുണ്ടായിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത്, സമ്പൂർണ്ണ മനുഷ്യനാണ്. ഒരു മനുഷ്യൻ്റെ കളർ എന്താണ് എന്നതിൻ്റെ ഉത്തരം, നബി തങ്ങളുടെ കളർ എന്തായിരുന്നോ അതാണ് മനുഷ്യൻ്റെ ഒറിജിനൽ കളറ്. വെളുപ്പിൽ തങ്ക നിറം കയറിയതായിരുന്നു നബി തങ്ങളുടെ കളറ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ള നിറത്തിൽ സ്വർണം കയറിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളറ്. പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടിയുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ കളറാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടി, ആ കുട്ടിയുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ കളറ്. കുട്ടിയുടെ എന്ന് പറയാൻ കാരണം വലിയ ആൾക്കാർ ചിലപ്പം വാതിലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കരുതിയിട്ടാണ്, അതുകൊണ്ടാണ് കുട്ടികളെ പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതവും കുട്ടികളുടെ പ്രകൃതമാണ്. ദുന്യാവിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന ഈ ഭാഗം കുട്ടികളാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾക്ക് കുട്ടിയോട് നല്ല ഇഷ്ടമായിരുന്നു. കുട്ടികളെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്, നമ്മളെല്ലാവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തിബാ ആവണമെങ്കിൽ നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുമ്പോഴാണ് ഇത്തിബാ ആവുന്നത്. നമ്മളെല്ലാവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പം നമ്മളെല്ലാവരും സംഘാടകരൊക്കെ ഒന്ന് വെള്ളക്കുപ്പായിട്ടിട്ടുണ്ട്, വളരെ നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളുത്ത വസ്ത്രം ഇഷ്ടമായത് കൊണ്ടാണെന്ന് മനസ്സിൽ കരുതുമ്പോഴാണ് ഇത്തിബാ ആവുന്നത്. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ മുത്തുനബിനായിട്ട് ബന്ധപ്പെടുത്തിയ ഇത്തിബായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചങ്ങായിമാരാരേലും കണ്ടില്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് അന്വേഷിക്കും. ഇത്തിബാവണമെങ്കിൽ സ്ഥിരമായി കാണുന്ന ഒരാളെ 3 ദിവസമായി കാണാതിരുന്നാൽ നബി തങ്ങൾ തെരഞ്ഞു പോകാറുണ്ടായിരുന്നു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ടത് എന്ന് തോന്നിയാലാണ് ഇത്തിബാവുന്നത്. നമ്മൾ ചെയ്യണ കാര്യം തന്നെ മുത്തുനബിനായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത്തിബാവും, ചെയ്യാത്തൊരു കാര്യമല്ല. ഒരു ഭക്ഷണത്തലികയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ 5 ആളുകൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ
ആ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടായിരിക്കുമെന്നാണ്. ആർക്കെങ്കിലും 3 ആൺകുട്ടികളുണ്ടാവുകയും അതിൽ ഒരാൾക്ക് പോലും എൻ്റെ പേരിടാതിരിക്കുകയും ചെയ്താൽ, ഏതെങ്കിലും ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടാവുകയും അതിൽ ഒരാൾക്കെങ്കിലും എൻ്റെ പേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അവൻ എന്നെ കാണാൻ പരിശ്രമിക്കരുതേ എന്ന് മുഹമ്മദ് നബി. മുഅ്മിനായ മനുഷ്യന് മുത്തുനബിനെ കഴിച്ചിട്ട് വേറൊന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ക് അസ്ലാണ്, അമലു സ്വാലിഹാത്ത് ഫർആണ്. ഇഷ്ക് അടിസ്ഥാനമാണ്, അമലു സ്വാലിഹാത്ത് ഫർആണ്. അസ്ലില്ലാത്ത ഫർ കൊണ്ട് പ്രയോജനമില്ല. അതേ സമയത്ത് ഫർ ഇല്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും. നോൻപ് നോറ്റിയില്ലെങ്കിൽ ഫാസിഖയാവുള്ളൂ, കാഫിറാവൂല. നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാനാണ്. ഈമാൻ ഉണ്ടായിട്ട് അമലു സ്വാലിഹാത്ത് ഇല്ലെങ്കിലും പ്രയോജനമുണ്ട്. അമലു സ്വാലിഹാത്ത് ഉണ്ടായിട്ട് ഈമാൻ ഇല്ലെങ്കിൽ അതിന് അമലു സ്വാലിഹാത്ത് എന്ന് പറയുക പോലും ചെയ്യുകയില്ല. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അസ്ലാണ്, ഇഷ്ക് ഈമാനാണ്. നമ്മളെന്ത് കാര്യം, നിസ്കാരം പരിശോധിച്ച് സത്യത്തിൽ നിസ്കാരത്തിൻ്റെ ബാക്കിൽ എന്താ ഉള്ളത്? മിഅ്റാജിനുള്ള അംഗീകാരമാണ്. നബി തങ്ങളെ അംഗീകരിക്കാനല്ലാത്തൊരു ഇബാദത്തുമില്ല. എല്ലാ ഇബാദത്തുകളുടെയും പിന്നിലെ രഹസ്യം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കലാണ്. ഇത് സ്വഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചാലും സ്വർഗം ഉറപ്പില്ല. അതേ സമയത്ത് സ്വഹാബിയായാൽ സ്വർഗം ഉറപ്പായി. 20,000 റക്അത്ത് മസ്ജിദുൻ നബിയിൽ വെച്ച് നിസ്കരിച്ചു തോർന്നാലും സ്വർഗം ഉറപ്പില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈമാനോടുകൂടെ 1 സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സ്വഹാബി എന്ന് പറഞ്ഞത്. സ്വഹാബിയായാൽ സ്വർഗം ഉറപ്പായി. ഇതാണ് സംഗതി പറഞ്ഞത്. എന്താ കാരണം? അതിനത്ര ഈമാൻ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധമുണ്ടോ? അതിനത്ര ഈമാൻ ഉണ്ടാവും. നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധമാണ് ഈമാൻ്റെ അസ്ല്, അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞത് ഈമാൻ കൂടാനുള്ള മാസമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ആ ബന്ധത്തെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ബദർ യുദ്ധം എന്ന് പറയുന്നത് മുവഹിദീങ്ങളും മുശ്രിക്കുകളും തമ്മിലുള്ള യുദ്ധമല്ല. ശരിക്ക് ബദർ യുദ്ധം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളും മുശ്രിക്കുകളും തമ്മിലല്ല, ആശിക്കുകളും മുശ്രിക്കുകളും തമ്മിലാണ്. മൂസാ നബി അലൈഹിസ്സലാം 60,000-ത്തിലധികം വരുന്ന തൻ്റെ അനുചരന്മാരെയും കൂട്ടി നൈൽ നദി കടന്ന് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ജബ്ബാരിങ്ങളേറ്റ് യുദ്ധം ചെയ്യാൻ. മൂസാ നബി ആൾക്കാരോട് പറഞ്ഞു, ജബ്ബാരിങ്ങളുമായി യുദ്ധം ചെയ്യാൻ അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ട് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖാഇദൂൻ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഇജ്വാൻ്റെ പടച്ചോനും കൂടിയും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ഈ വൈക്ക് വരുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒപ്പം കൂടെ ഉണ്ട് പറഞ്ഞു പോലെ. ബദർക്ക് നബി തങ്ങൾ സഹാബത്തിനേറ്റ് പോണത് യുദ്ധം ചെയ്യാനല്ല, അബൂ സുഫിയാനെ കണ്ടിട്ട് മക്കയിൽ പിടിച്ചു വെച്ച സമ്പത്ത് വിട്ടുതരാൻ ആവശ്യപ്പെടാനും മക്കയിൽ തടഞ്ഞു വെച്ച മുഅ്മിനീങ്ങളെ മദീനയിലേക്ക് പറഞ്ഞേക്കണമെന്ന് പറയാനും വേണ്ടി പോകുമ്പോൾ ചെങ്കടൽ തീരത്തിലൂടെ അബൂ സുഫിയാൻ രക്ഷപ്പെടുകയും അബൂജാഹിലിൻ്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായി 1000 പടയാളികൾ മക്കയിൽ നിന്ന് ബദറിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരമറിയുകയും ചെയ്യുമ്പോൾ നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, പുണ്യ സഹാബ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സഹാബത്ത് പറഞ്ഞു, നബിയെ നിങ്ങൾ ഞങ്ങളോട് കടലിക്ക് ചാടാൻ ഇപ്പണ്ട് പറഞ്ഞാൽ പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങളാണ്ട് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ആശിക്കുകളും മുശ്രിക്കുകളും തമ്മിൽ നടന്ന യുദ്ധത്തിനാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞത്.